ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു AFX ഫിറ്റ്നസ്. ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് പേർക്ക് DM ചെയ്ത് അല്ലാതെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എൽബോ പെയിൻ. അത് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ചിലർ എൽബോ പെയിൻ എന്ന് പറയുള്ളൂ, അതിന് നമുക്ക് അല്ലെങ്കിൽ ടെന്നീസ് എൽബോ എന്നും പറയാം. അപ്പോൾ പല ടെന്നീസ് എൽബോ ആയിരിക്കത്തില്ല. മിക്കവാറും നമ്മുടെ ഫ്ലെക്സർ മസിൽസിന്റെ വീക്ക്നെസ്സോ നമ്മുടെ ഗ്രിപ്പ് സ്ട്രെങ്തിന്റെ വീക്ക്നെസ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫോർ ആംസിന്റെ സ്ട്രെങ്ത് വീക്ക്നെസ്സോ കൊണ്ടൊക്കെ ആയിരിക്കും പ്രോബബ്ലി നമുക്ക് ടെന്നീസ് എൽബോ എന്ന് പറയുന്ന ആ ഒരു പെയിൻ വരുന്നത്. ലാറ്ററൽ എപ്പിക്കോണ്ടൈലിറ്റിസ് എന്നുള്ളതാണ് അതിൻ്റെ സയന്റിഫിക് നാമം. അപ്പോൾ അതിന് നമുക്കുള്ള സ്ട്രെച്ചസും അതിന് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 3 വർക്കൗട്ട്സും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന വർക്കൗട്ട് ഡംബൽ വെച്ചിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഫോർ ആംസിന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റുന്ന വർക്കൗട്ടാണ് നമ്മൾ കാണിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ ഫോർ ആംസിന്റെ സ്ട്രെങ്തനിങ്ങിനായാലും ഹൈപ്പർട്രോഫി മസിൽ ഗ്രോത്തിനായാലും ഈ ഒരു പെയിൻ വന്നതിലേക്ക് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ വർക്കൗട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ആകെ വേണ്ടത് ഒരു ചെറിയ ഡംബലാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെയിറ്റ് ഉള്ള ഡംബൽ എടുക്കരുത്, വളരെ മിനിമൽ വെയിറ്റ്. ഇതിപ്പോൾ ഞാനൊരു 2.5 kg ഡംബലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ റിസ്റ്റിൽ സപ്പോർട്ട് ചെയ്യാം. കണ്ടോ, റിസ്റ്റിൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ തൈസിൽ സപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ റിസ്റ്റ് മാത്രം മൂവ് ചെയ്യുക. കണ്ടോ, സ്ലോലി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫ്ലെക്സർ മസിൽസ് ആണ് ഇവിടെ ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ടെന്നീസ് എൽബോ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മുടെ ഈ ഒരു കാണുന്ന ഈ ഇൻസേർഷൻ പോയിന്റിലാണ് നമുക്ക് മിക്കവാറും പെയിൻ വരുന്നത്. ഇത് ടെന്നീസ് കളിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഈ ടെന്നീസ് എൽബോ വരുന്നത്. വീട്ടമ്മമാർക്ക് വരെ വീട്ടിൽ പണി ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ പെയിൻ വരുന്നത്. ചിലപ്പോൾ നമ്മുടെ ബൈക്ക് ഒത്തിരി ഓടിക്കുന്നവർക്ക്, ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുന്നവർക്ക്, ഒത്തിരിയും സമയം കമ്പ്യൂട്ടറിൽ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, അപ്പോൾ ഇവർക്കൊക്കെ ടെന്നീസ് എൽബോ അഥവാ ഈ എപ്പിക്കോണ്ടൈലിറ്റിസ് എന്ന് പറയുന്ന ലാറ്ററൽ എപ്പിക്കോണ്ടൈലിറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പെയിൻ വരാറുണ്ട്. അപ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസസ് ആണ് നമുക്ക് സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട്. വളരെ സ്ലോലി ചെയ്യുക. ഈ ഡംബിൾ എടുത്ത് വെറുതെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഡംബലിനെ നമ്മൾ ടൈറ്റായിട്ട് ഗ്രിപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. കാരണം ഗ്രിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ ഫ്ലെക്സർ മസിൽസിൻ്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ടൈറ്റ് ചെയ്ത് പിടിക്കുക, ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്യുക, സ്ലോലി ചെയ്യുക. കണ്ടോ, ഇത് നമ്മളൊരു 10 to 15 റെപ്പറ്റീഷൻസ് എന്നുള്ള നിലയ്ക്ക് ഒരു 2 sets ചെയ്യുക. ഇത് നമ്മുടെ വർക്കൗട്ടിന് ശേഷമോ വർക്കൗട്ടിന് മുമ്പോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇത് ടെന്നീസ് എൽബോ പെയിൻ ഉള്ളവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ഫോർ ആംസിൻ്റെ വർക്കൗട്ടായിട്ട് എക്സസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ്. അടുത്തായിട്ട് നമുക്ക് കാണാൻ പോകുന്ന എക്സസൈസ് റെസിസ്റ്റൻസ് ബാൻഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ആണ്. ഇതിൻ്റെ വേറൊരു വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കേബിൾ മെഷീനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയേഷൻ കൂടെ ഉണ്ട്. അതിനൂടെ ഞാൻ ഇതല്ലെങ്കിൽ ആ ഒരു എക്സസൈസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതെങ്ങനെ ചെയ്യാം. അപ്പോൾ റെസിസ്റ്റൻസ് ബാൻഡ് ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ജിം അല്ല, നമുക്ക് വീട്ടിൽ നമുക്ക് വേണമെങ്കിൽ സ്ട്രെങ്തനിങ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ബാൻഡ് നമ്മൾ കണ്ടോ, ഇങ്ങനെ ഗ്രിപ്പ് ചെയ്യുക. ഗ്രിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മുടെ എൽബോയിൽ സപ്പോർട്ട് കൊടുക്കുക. സപ്പോർട്ട് കൊടുത്തതിന് ശേഷം റിസ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, റിസ്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് ഇതും ബേസിക്കലി നമ്മുടെ ഈ കാണാൻ പറ്റുന്ന ഈ ഫ്ലെക്സർ മസിൽസിനെയാണ് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ പല ടെന്നീസ് എൽബോ തന്നെ ആവണമെന്നില്ല. ഫ്ലെക്സർ മസിൽസിൻ്റെ വീക്ക്നെസ് കൊണ്ടും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കൊണ്ടും ഒക്കെ നമുക്ക് ആ പെയിൻ വരാം. സിവിയർ ആയിട്ടുള്ള ടെന്നീസ് എൽബോ ആണെങ്കിൽ കൈ ഒട്ടുമേ മടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കേണ്ടി വരും. അതിന് ഐസിങ് ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ചില ട്രീറ്റ്മെൻറ്റൊക്കെ ഡോക്ടേഴ്സ് ഈ കോർട്ടിസോൺ പോലത്തെ ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്ട്രീം കേസസ് ആണ്. കേട്ടോ, റെസിസ്റ്റൻസ് ബാൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്തു, പുള്ളി ചെയ്ത് റിസ്റ്റിനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുക. അപ്പോൾ ഇതൊരു ഫോർ ആം സ്ട്രെങ്തനിങ് കൂടെയാണ് കേട്ടോ ഈ വർക്കൗട്ട്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഫ്ലെക്സർ മസിൽസിന്റെ സ്ട്രെങ്തനിങ് പോലെ നിങ്ങളുടെ ഫോർ ആംസിന്റെയും കൂടെ സ്ട്രെങ്തനിങ് ആണ്. കണ്ടോ, അപ്പോൾ ഇത് നിങ്ങൾ ഒരു 10 റെപ്പറ്റീഷൻ ചെയ്യുക. കൈ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഇതും കൂടെ 10 റെപ്പറ്റീഷൻസ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മിക്കവാറും നിങ്ങളുടെ പെയിൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പെയിനിൻ്റെ ആ ഒരു ഏരിയ മാത്രമായിരിക്കില്ല, അതിനെ കണക്ട് ചെയ്ത് വരുന്ന ഒരുപാട് മസിൽ ഗ്രൂപ്പ്സിൻ്റെ വീക്ക്നെസ് കൊണ്ടും നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ പെയിൻ വരാം. അതുകൊണ്ടാണ് അതിനെ അറ്റാച്ച് ചെയ്ത് വരുന്ന എല്ലാ മസിൽ ഗ്രൂപ്പ്സിനെയും നമ്മൾ ഈക്വലായിട്ട് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നത്. റെസിസ്റ്റൻസ് ബാൻഡിൽ നിങ്ങളിപ്പോൾ കണ്ട സെയിം വേരിയേഷൻ നമുക്ക് സ്മിത്ത് മെഷീനിലെ ഈ കേബിൾ അറ്റാച്ച്മെന്റിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു സിംഗിൾ ഹാൻഡ് അറ്റാച്ച്മെന്റ് ആണ്. വളരെ മിനിമൽ വെയിറ്റ് ഇടുക. അതിന് ശേഷം കണ്ടോ, കൈ ഹോൾഡ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി റിസ്റ്റ് നമുക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന പൊസിഷനിലാണ് വന്നിരിക്കുന്നത്.
ചെയ്യുക. നമ്മൾ റെസിസ്റ്റൻസ് ബാൻഡിൽ ചെയ്ത അതേ വേരിയേഷൻ തന്നെയാണ്. പക്ഷെ റെസിസ്റ്റൻസ് ബാൻഡിൽ തീർച്ചയായിട്ടും ഒരു വേറെ ടൈപ്പുള്ള റെസിസ്റ്റൻസ്, അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ 10 റെപ്പിറ്റേഷൻസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, 10 റെപ്പിറ്റേഷൻസ് തിരിച്ചും ചെയ്യുക. അപ്പോൾ ടെന്നീസ് എൽബോ അഥവാ എപ്പികോണ്ടൈലിറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ പെയിനിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് സ്ട്രെച്ച് എന്ന് പറയുന്നത്, കണ്ടോ, നിങ്ങളുടെ റിസ്റ്റ് മടക്കുക, റൊട്ടേറ്റ് ചെയ്യുക, സൈഡിലേക്ക് കൊണ്ടുപോയതിന് ശേഷം നിങ്ങളുടെ കഴുത്ത് നേരെ 180 ഡിഗ്രി ചരിക്കുക. കണ്ടോ, ഇതൊരു 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം. 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. ഇതൊരു 3 ടൈംസ് ചെയ്യാം ഒരു സൈഡ്. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും പെയിനുള്ള ഏരിയ മാത്രമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ എപ്പോഴും നമ്മൾ സ്ട്രെങ്തനിങ്ങും ചെയ്യണം, സ്ട്രെച്ചിങ്ങും ചെയ്യണം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സുമായിട്ട് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ